ഗൈസ്, എഫ് സി ഗോവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം കൊഴിഞ്ഞു പോകുന്ന താരങ്ങളെ പറ്റി തന്നെ സംസാരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഓഡയോൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള താരം, പ്രത്യേകിച്ച് മനോലയുടെയൊക്കെ വിശ്വസ്തനായിട്ടുള്ള താരമായിരുന്നു, അദ്ദേഹം വേർപിരിഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതാ കാൾ മക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള താരം കൂടി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്, എന്നാൽ ഒരു സെൻട്രൽ ബാക്കായിട്ട് കളിക്കാനുള്ള ഒരു വെർസറ്റൈൽ ആയിട്ടുള്ള പ്ലെയറാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ തന്നെയായിരുന്നു. 32 വയസ്സേ ആയിട്ടുള്ളൂ ഈ ഒരു താരത്തിന്. ISL വലിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. 112ഓളം ISL മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള താരമാണ് ഇദ്ദേഹവും വേർപിരിയുന്നു എന്നുള്ളതാണ്. ആസ് എ KBFC ഫാൻ ഇങ്ങനത്തെയൊക്കെ ഒരു പ്ലെയറെ കിട്ടും, പ്രത്യേകിച്ച് ഏജ് വൈസ് നോക്കുമ്പോഴും വെർസറ്റാലിറ്റി നോക്കുമ്പോഴും നമുക്ക് വേണ്ട ഒരു പൊസിഷനാണെന്ന് നോക്കുമ്പോഴും ആഗ്രഹമുണ്ട്. എന്താണെങ്കിൽ ഞാൻ റൂട്ടിൽ നിന്ന് മാറിപ്പോകുന്നില്ല, ബ്ലാസ്റ്റേഴ്സ് ഫാൻ ആയതുകൊണ്ട് ഒരു സൈഡ് വലി വന്നതാണ്. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. FC ഗോവ അവരുടെ മറ്റ് 2 പ്രധാനപ്പെട്ട താരം, ഇപ്പം റൗളിൻ ബോർജസിനെയും അതുപോലെ കട്ടിമണിയും പോലത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെ കൂടി വേർപിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എനിവേ, മറ്റൊരു സൈനിങ്ങും അവർ നടത്തുന്നു. ഡേവിഡ് ടിമോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ആയിട്ടുള്ള താരമാണ്. അത് മാർക്കസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 35 വയസ്സുകാരനായിട്ടുള്ള താരം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കാൾ മക്യൂവിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് എന്ന നിലയിൽ കൊണ്ടുവരുന്നൊരു താരമാണ്. 35 വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയ എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ മക്യൂവിനെ പോലത്തെ ഒരു CBDM ടൈപ്പ് പ്ലെയർ അല്ല ഇദ്ദേഹം. കുറച്ചും കൂടി ഒരു മിഡ്ഫീൽഡർ തന്നെയാണ്, ഒരു DM-CM ആ റോളിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു മത്സരങ്ങളൊക്കെ കളിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കരിയറിൽ ഏതാണ്ട് 500ഓളം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിൽ 260 മുകളിൽ മത്സരങ്ങൾ കളിച്ചത് സെഗുണ്ടയിലാണ്, അതാണ്ട് 140 മുകളിൽ മത്സരങ്ങൾ കളിച്ചത് ലാ ലീഗയിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വലിയൊരു ട്രാക്ക് റെക്കോർഡ് തന്നെയാണ് അദ്ദേഹത്തിന് പറയാനായിട്ടുള്ളത്. വലിയ ലീഗുകൾ, വലിയ ടീമുകൾക്കെതിരെ, വലിയ ടീമുകളോടൊപ്പം ഒക്കെ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചത് എൽദെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗുണ്ട ക്ലബിലാണ്. 30ഓളം മത്സരങ്ങളിൽ ആ സീസണിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതായത് അവരുടെ ഒരു മെയിൻ മിഡ്ഫീൽഡറായിട്ട് തന്നെ കളിച്ചിട്ടുള്ള പ്ലെയറാണ്. അദ്ദേഹത്തെയാണ് FC ഗോവ സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ്. ലാ ലീഗയിലും നിരവധി ക്ലബ്ബുകൾ, അതും സ്പെയിനിലെ പ്രമുഖമായിട്ടുള്ള ക്ലബ്ബുകളായിട്ട്, ഇപ്പം വലൻസിയയുടെ ഒരു അക്കാഡമി പ്രൊഡക്റ്റായിട്ടാണ് അദ്ദേഹം വരുന്നത്. പിന്നീട് വലൻസിയയുടെ B ടീമിലൊക്കെ കളിച്ചു. അതിനുശേഷം അദ്ദേഹം ജെറോണ, ഒസസൂണ, റയൽ വാലഡോഡ്, ലാസ് പാൽമാസ് തുടങ്ങിയിട്ടുള്ള സ്പെയിനിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ക്ലബ്ബുകളിലും കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട് എന്നും നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് നടത്തി കണക്ഷൻ സെനിയ.